നിങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയാതിരേണ്ടതിനായി സ്തോത്രം. യേശുനാമത്തിൽ വേണ്ടികൾക്കുമാറാകണമേ. സന്തോഷമുള്ള എല്ലാവരും കരമറ്റി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ദിവസം തന്നെ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദിവസം തന്നെ ആയിരിക്കുമ്പോൾ എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കാതെ ഈ ലോകത്തില് നശിക്കുമ്പോൾ അല്ലെങ്കിൽ വേദനകളിലായിരിക്കുമ്പോൾ കൃപയാ കഷ്ടങ്ങളെയൊക്കെ മധ്യത്തിൽ നാഥൻ നമുക്ക് തരുന്ന ഇങ്ങനെയുള്ള നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ജീവനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്വന്തം ഈ വർഷം പരിശുദ്ധാത്മാവോട് പറയുന്നത് ഇത് ആമേൻ വളർച്ചയുടെ ഒരു വർഷം, ആത്മീകമായ വളർച്ചയുടെ ഒരു വർഷം, ആത്മീകമായി പക്വതയിലേക്ക് എത്തുന്നൊരു വർഷം, എവിടെ ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന ഒരു വർഷം. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുമ്പോൾ പ്രളയത്തിൽ പറയുന്നു, വീണ്ടും വീണ്ടും അടിസ്ഥാനങ്ങൾ ഇടാതെ ആമേൻ സ്തോത്രം ചെയ്യുന്നു വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തമായി വചനത്തിലൂടെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്ന് രാത്രി അതുകൊണ്ട് ഒന്നാം മാസം നമ്മൾ ചിന്തിച്ചു വളർച്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഡിസൈനാണ്. എവിടെയും ദൈവം ഉണ്ടാക്കിയ ഏതൊരു കാര്യത്തിനും വളർച്ചയാണ് അവൻ തുടക്കം. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ ദൈവം ഈ ഭൂമിയെ രൂപകൽപ്പന ചെയ്ത് അല്ലെങ്കിൽ ഇരുളടഞ്ഞു പോയ ഭൂമിയെ വീണ്ടും പുതുക്കി പണിത് കർത്താവ് ഏൽപ്പിക്കുമ്പോൾ എന്നിട്ട് മനുഷ്യരെയൊക്കെയും അവൻ നിർമ്മിച്ച് എല്ലാം ഉണ്ടാക്കിയത് നല്ലതെന്ന് കണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം അവൻ മനുഷ്യനോട് ദൈവം കൽപ്പിക്കുന്ന ഒന്നാമത്തെ കൽപ്പന അവൻ സ്വന്തം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം, 28-ാം വാക്യം, 29-ാം വാക്യം, ആമേൻ 30-ാം വാക്യം. നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വായിക്കാം. ആമേൻ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി അവരോട് പറയാം, അവരെ അനുഗ്രഹിച്ചിട്ട് പറയാം, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. ദൈവിക ഡിസൈനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെരുകണം, വളരണം, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം, നിറഞ്ഞ് അതിനെ അടക്കി അതിനെ അടക്കണം. ഈ ഭൂമിയിൽ ഇന്ന് രാത്രി ഒറിജിനൽ ഡിസൈൻ ഓഫ് ഗോഡ് ആണ് ദൈവത്തിന്റെ. അതിന്റെ അർത്ഥം ഇന്ന് രാത്രി ആരെങ്കിലും നല്ല വിഷയം അമേരിക്കയിൽ നിന്ന് നോക്കിയാൽ മൂന്നിലൊന്ന് ആൾക്കാര് ആങ്സൈറ്റിയുടെ മരുന്ന് എടുക്കുന്നവര്. കാരണം ചില മർമ്മങ്ങൾ അറിയാൻ വയ്യാത്തതുകൊണ്ട്. They don't know certain truths and mystery of the word of God. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി പാപമില്ലാത്ത അവസ്ഥയിൽ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യം, ഒന്നാം നീ വർദ്ധിക്കണം, വർദ്ധിച്ച് പെരുകണം, ഇൻക്രീസ്. അത് ആരാധനയിലാണെങ്കിൽ ഇൻക്രീസ് വേണം, വചനം അറിയുന്നതിലാണെങ്കിൽ ഇൻക്രീസ് വേണം, പ്രാർത്ഥനയിലാണെങ്കിൽ ഇൻക്രീസ് വേണം. ഓരോ ദിവസവും നീ വർദ്ധിച്ച് പെരുകണം. ഇനി തലമുറകളിലാണെങ്കിലും വർധനവ് വേണം. എന്നിട്ട് നിറയണം, യു ഹാവ് ടു ഫിൽ. എന്നിട്ട് അടക്കണം, നീ അതിനെ അടക്കണം. ഇന്ന് രാത്രി ഇംഗ്ലീഷിൽ യു ഹാവ് ടു റൂൾ ഓവർ ഇറ്റ്. പലപ്പോഴും പിശാച് അതാണ് പാപത്തിൽ കൂടി. അതിന് കാരണം എന്താ ചോദിച്ചാൽ വചനത്തിൽ നിന്ന് കണക്ഷൻ വിട്ടുപോയി. വചനത്തിന്റെ അനുസരണത്തിനകത്തുനിന്ന് വിച്ഛേദനം വന്നു കഴിഞ്ഞപ്പോൾ വളർച്ച മുരടിച്ചു, വേദന വർദ്ധിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ആദ്യ ഡിസൈനിൽ മനുഷ്യൻ വർദ്ധിച്ച് പെരുകി വളർന്ന് പിന്നെ ഈ ഭൂമിയെ അടക്കി. ഇന്ന് രാത്രി എന്താണ്, നമ്മളെയാണോ അടക്കുന്നത്, നമ്മളാണോ മറ്റുള്ളതിനെ അടക്കുന്നത് നോക്കണം. ഭയം നിന്നെ അടക്കുന്നെങ്കിൽ you have to rule over every situation you are in. ദൈവിക ഡിസൈൻ വളർച്ചയില് പക്വത, അധികാരം. അത് തന്നെയാണ് നിങ്ങൾ ശിശുമാരെ വിളിച്ചിട്ട് യേശു തന്റെ ശിശുമാരെ വിളിച്ച് നിങ്ങള് മത്തായി സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ താൻ ആരാണെന്ന് യേശു ചോദിച്ചപ്പോൾ പത്രോസ് മറുപടി പറയുമ്പോൾ ഉടനെ വരുണായിഷ മോനെ നിനക്കിത് വെളിപ്പെടുത്തിയ ജഡരക്തങ്ങൾ അല്ല എന്ന് പറഞ്ഞിട്ട് അമൻ സ്വന്തം പറയാം, സ്വർഗരാജ്യത്തിന്റെ താക്കോല് നീ തുറക്കുന്നത് തുറക്കും, നീ അടയ്ക്കുന്നത്. അവരോട് പിന്നീട് വന്ന് 18-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയും, അധികാരം ഞാൻ നിങ്ങൾക്ക്, ഒന്നും നിങ്ങൾക്ക് എന്താകത്തില്ല സാധ്യം. ഇന്ന് പകൽക്കാലം
ലോക ആരംഭത്തിൽ പാപത്തിന് മുമ്പ് മനുഷ്യനെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ ഡിസൈൻ അവൻ എല്ലാത്തെ അടക്കി റൂൾ. ഇന്ന് രാത്രി ഓർത്തോ, ദൈവത്തിനെ കുറിച്ച് നിങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം ക്രിസ്തുവാകുന്ന തലയോളം വളരുമ്പോൾ ഏത് വേദനകൾ വന്നാലും വേദന നിന്നെ ഒതുക്കരുത്. വേദന മാറില്ല എന്നുള്ള വേദന ഉണ്ട്, കഷ്ടങ്ങളുണ്ട്, നീതിമാന അനർത്ഥങ്ങൾ എന്തുവാ അസംഖ്യമാണ്. പക്ഷെ ആ വേദന നിന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകരുത്. റൂൾ ഓവർ ഇറ്റ്. നീ അതിന്മേൽ എന്ത് ചെയ്യണം? അത്രയ്ക്ക് അതോറിറ്റി തന്ന കുഞ്ഞെ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. പലപ്പോഴും സാഹചര്യങ്ങളും ശത്രുവും നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. പിശാചാനിക്ക് തന്ത്രശാലിക, അവൻ സാത്താന്റെ തന്ത്രങ്ങളെ നാം ഇന്ന് രാത്രി ഓർത്തോണം. മറ്റുള്ളവരെക്കാൾ നിന്നോട് ഒത്തിരി പോരുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ, ഇന്ന് നിന്നെ ഒരു ബോക്സിനകത്ത് അടച്ചിട്ടതുപോലെ തോന്നുന്നെങ്കിൽ ഡിപ്രഷൻ ആകണ്ട. ഒന്ന് ഓർത്താൽ മതി, കർത്താവ് ഇത്രമാത്രം നീ എന്നെ തെരഞ്ഞെടുത്തോ. അപ്പൊ ഈ ചില മർമ്മങ്ങളുണ്ട്, അത് തിരിച്ചറിയാൻ പറ്റിയാലേ ചില വ്യക്തിയാ കീയാണ് നിന്റെ വ്യക്തിക്കുള്ള കീയ. നോക്ക്, മറ്റും അനേക മനുഷ്യർ കാണും, പക്ഷെ അവർക്കൊന്നും പ്രശ്നം കാണിച്ചത് നീ മാത്രം ഒതുക്കപ്പെട്ടാൽ ശ്രദ്ധിച്ചോണം, ശത്രുവിനറിയാം നിന്നിൽ കൂടി ദൈവത്തിന് ചില വലിയ പദ്ധതികളുണ്ട്. അതിനെ ഒതുക്കാം. പല രീതികളിൽ നിന്നെ ഞെരുക്കിയിട്ട് അവസാനം നിന്നെ കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കണം, നിന്നെ കൊണ്ടൊന്നും എന്ത് ചെയ്യത്തില്ല. ഇതാണ് അവന്റെ തന്ത്രം. നോക്കിയാൽ മിസ്രൈമിൽ കിടക്കുമ്പോഴും വിടുതലെടുക്കുമ്പോൾ ഫറവോൻ എടുക്കുന്ന തന്ത്രം ഇത് തന്നെയാണ്. കഷ്ടതകളുടെ തീച്ചൂളകൾ ആഴ്ത്തി അവരെ കഷ്ടത കൊണ്ട് മൂടി തലയൊരിക്കലും എന്ത് ചെയ്യരുത്, പൊക്കരുത്. യു ഷുഡ് നോട്ട് ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ്. നീ ഒന്നിന്മേലും വാഴരുത്. നിന്നെ കൊണ്ട് കഴിയത്തില്ല, ഇതാണ് എന്റെ വിധി, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടണം. ഇന്ന് രാത്രി ആരെങ്കിലും ഫേസ്ബുക്ക് ലൈവായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ പോലും ദൈവത്തിലെ എന്നോട് ഉൾപ്പെടെയുള്ള വചനമാണ്. കാരണം എന്റെയൊക്കെ കപ്പാസിറ്റി നിങ്ങളുടെ കപ്പാസിറ്റി ഇതൊന്നും അല്ല, ഉന്നതമാണ്. കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വളരാനാണ്, വർദ്ധിച്ച് പെരുകാനാണ്. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾ, ജീവിതത്തിൽ നാം അനുഭവിച്ച പല പരാജയങ്ങൾ, പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മെ പുറമോട്ട് വരും. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ എന്ത് ചെയ്യും? അറയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ നിന്നെ അറയ്ക്കുമാറാക്കി പുറമോട്ട് നോക്കുന്നത് നിന്നെ ഒതുക്കുന്ന. കാരണം എന്താ? പിശാചിന്റെ ആഗ്രഹം നീ വളരരുത്, നീ വളർച്ച പ്രാപിക്കരുത്. ദൈവത്തിന്റെ കൈക്കിഴിൽ ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന നിന്റെ പ്രതികൂലങ്ങളുടെ മേൽ നീ റൂള് ചെയ്യരുത് എന്ന് പിശാചിനാഗ്രഹം. നീ ഒതുങ്ങി എന്നും കിടക്കണം, നീ തടവറകളിൽ നിന്നും കിടക്കണം, എന്നും നീ മരുന്നിന് അടിമയായിട്ട് കിടക്കണം, എന്നും നീ ഡിപ്രസീവായിട്ട് കിടക്കണം. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആഗ്രഹം, പരിശുദ്ധമായ കുഞ്ഞെ, നിന്നെ കുറിച്ച് ദൈവാഗ്രഹം നീ വളരണം. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരേണ്ടതിന് നിന്നെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്തെ ഉള്ള നിരൂപണങ്ങൾ ദൈവം അരുളി ചെയ്യുക. യെരമ്യാ പ്രവചനം 29:11 അവൻ സ്വന്തം ചെയ്യുന്നു. ഇവിടെ വരികയാ വായിച്ചാട്ട് അതിന്റെ 28-ാമത്തെ വാക്യത്തില് അവൻ നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി നിറഞ്ഞ് അല്ലെ അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. സകല ഭൂചര ജന്തുവിന്മേലും നീ അർത്ഥം, നീ ഒരു രാജാവാണ്, നീ ഒരു രാജ്ഞിയാണ്. യുവർ എ ക്വീൻ, യുവർ എ കിങ്. ദൈവത്തിന്റെ ഡിസൈൻ എങ്ങനെ? വാഴാൻ. നീ ഒരു വേള പാപം തകർത്ത ഈ ഭൂമിയിലാണേലും നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജഡത്തിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ലെങ്കിലും ആത്മാവിൽ നിനക്ക് വീണ്ടെടുപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനിയും രോഗം നിന്നെ പിടിച്ചൊതുക്കി ഇടിച്ച് ചതച്ച് ബോക്സിനുള്ളിലാക്കരുത്. കർത്താവേ, ഐ ക്യാൻ റൂൾ ഓവർ മൈ സിറ്റുവേഷൻസ്. എന്നാൽ ഓർത്തോണം, പിശാച് പലരിലെ വാക്കുകൾ കൂടി നിന്നെ ഇടിച്ചു താഴ്ത്താൻ, നോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഐ എം ദിസ്, നോ. ദൈവം നിന്നെ കുറിച്ച് പറയാം, നീ ഒരു ക്വീനാ, നീ ഒരു രാജ്ഞിയാ, നീ ഒരു രാജകുമാരിയാ, നീ ഒരു രാജകുമാരനാ, നീ ഒരു രാജാവാ. നീ വാഴാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ നിന്നെ കണ്ടു. അവൻ സ്വന്തം ഇന്ന് രാത്രി നിന്നെ കണ്ട കണ്ണുകൾ പറയുക, കുഞ്ഞെ, നിന്നെ വിളിച്ചത് സഹോദര, നിന്നെ വിളിച്ചത് അവൻ സഹോദരി, നിന്നെ കൃപയ്ക്കുള്ളിലാക്കിയത് ഇന്ന് രാത്രി പ്രായം വിഷയമല്ല. 80-ാമത്തെ വയസ്സിലാണെങ്കിൽ നിന്നെ വിളിച്ചത് വാഴാനാ. മോശെ പിന്മാറി തോറ്റ് ജീവിതത്തിന്റെ പരാജയങ്ങൾ കൂടി ദൈവത്തെ ഞാൻ അറിയാൻ ശ്രമിച്ചു. മോശയ്ക്ക് ഒത്തിരി സാക്ഷ്യം പറയാനുണ്ട്. കൊച്ചിലെ അനേകര് മിസ്രൈമിന്റെ ഇഷ്ടങ്ങൾ കൂടിയപ്പോൾ അന്നും
അമ്മ പറഞ്ഞു കൊടുത്ത വചനം ഉള്ളിൽ മുഴങ്ങിക്കിടന്നിരുന്നത് കൊണ്ട്, ഞാൻ മിസ്രൈമിനല്ല ഇസ്രയേലിലാണെന്ന് നല്ലവണ്ണം ഉള്ളിൽ അറിഞ്ഞിരുന്നത് കൊണ്ട്, മിസ്രൈമിൽ വളരുമ്പോൾ മിസ്രൈമിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ, അത് എപ്പോഴാ? 80-ാമത്തെ വയസ്സിലല്ല തെരഞ്ഞെടുത്തത്, 40-ാമത്തെ വയസ്സിൽ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചായി വരാഞ്ഞതുകൊണ്ടാവും ഉയരാൻ പറ്റുന്നത്. ദൈവത്തിന്റെ കാര്യം ഓർത്തോണം. ഇന്ന് രാത്രി നിങ്ങളെ ചില കഷ്ടങ്ങൾ കൂടി ദൈവം കടത്തിവിടുന്നത് ദൈവം തന്നെ മോൾഡ് ചെയ്യുക. അപ്പൊ ദൈവം അതുകൊണ്ടാ പറയാ, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് അതിനൊന്ന് ഒതുങ്ങി കൊടുത്താൽ നീക്കത് പിടക്കണ്ട, ഡിപ്രസ് ആകണ്ട, സ്തോത്രം ചെയ്യണം. പറഞ്ഞ കർത്താവേ, ഐ ബിലീവ് യുവർ പ്ലാൻ ഫോർ മീ. എന്നെ കുറിച്ച് നിന്റെ പദ്ധതി ഞാൻ അറിയുന്നു, നിന്റെ ഡിസൈൻ, നിന്റെ ഗ്രോത്ത് ആണ്. എന്റെ സ്വന്തം തളർച്ചയല്ല, എന്റെ തകർച്ചയല്ല. നീ എന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാക്കിയപ്പോൾ എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി വളർന്നു വരെ എത്ര വരെ? ആകാശം വന്നിട്ട് ലിമിറ്റ്. ആകാശത്ത് വരെ പോകാൻ പറ്റും. ഈ ഭൂമിയിൽ ഒരു ദിവസം ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന ആർക്കും വളരാൻ നാം തന്നെ ഒതുക്കി നമ്മെ ഇടിച്ച് താഴ്ത്തുന്നതല്ലാതെ, ദൈവത്തിന്റെ ബലമുള്ള കൈക്കിനെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്താൽ നീ നടക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നിന്നെ ഉയർത്തും. നിനക്കൊന്നും അസാധ്യമാകില്ല. എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് തന്നെ കർത്താവ് പഠിപ്പിച്ചു. ഓർക്കണം, മടങ്ങി വരട്ടെ. അതിനെ അടക്കി വാഴുവീൻ അല്ലേ എന്ന് പറഞ്ഞു. സകലത്തിന്മേലും, ഭൂചര ജന്തുക്കന്മേലും സകലത്തിന്മേലും വാഴുവീൻ. ഓർത്തോണം, ദൈവത്തിന്റെ ഡിസൈൻ വർധനവ്, വളർച്ച, നിറയൽ, ഒപ്പം വാഴ്ച. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ ഒരു ദൈവപൈതലായി ഇന്ന് നീ ക്രിസ്തുവിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ നിന്റെ ഉള്ളിൽ അത് വേണം. എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയോ? വളരാൻ. അപ്പോഴത്തേക്ക് ആ വളർച്ച തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ആ വിത്തിൽ നിന്നാണ്. ഇന്ന് രാത്രി ആ വിത്ത് അങ്ങോട്ട് പറയുന്ന വചനം സത്യം. ഈ ഭൂമിയിൽ നിങ്ങൾ കേൾക്കുന്ന ഏത് ഡോക്ടറുടെ വാക്കാണേലും മിഥ്യയാണ്. ഡോണ്ട് ഈവൻ ട്രസ്റ്റ് ഇറ്റ്. നിങ്ങളെല്ലാം ഓക്കെ 100%. ചിലപ്പോൾ നിന്റെ സ്വന്തം വയറ്റിനകത്തും ലിംസ് നോഡിനകത്തും ട്യൂമർ കാണും, അവർക്ക് കാണാൻ പറ്റുന്നില്ല, അവിടെ സ്കാനിങ് കണ്ടിട്ട്. നീ ഓക്കെ 100% ഹെൽത്തി. പോയി 1 മാസം കഴിഞ്ഞ് മുമ്പ് ഇതാ വയ്യാത്ത അവസ്ഥകളിലാകുന്നു. 3 മാസത്തിനുള്ളിൽ മരിച്ച് ഈ ലോകം വിട്ട് മാറ്റപ്പെടുന്നു. ഇന്ന് രാത്രി ഡോക്ടറുടെ വാക്ക് നീ വിശ്വസിച്ചില്ലെങ്കിലും വചനം നിനക്ക് വിശ്വസിക്കാം. ബൈബിൾ പറയുന്നു, സ്വന്തം ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് കുഞ്ഞെ, നിന്റെ വേദി വചനത്തിലൂന്ന്. നിന്റെ അറിവിലോ നിന്റെ ബുദ്ധിയിലോ നിന്റെ ജ്ഞാനത്തിലോ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷമരം നിന്നതുകൊണ്ട് അറിവ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്ന വിദ്യ വർദ്ധിപ്പിച്ചോ, വിദ്യാധനം സർവധനാൽ പ്രധാനം, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലേ. എല്ലാ ധനത്തെക്കാളും പ്രധാനം വിദ്യാധനമാണ്. പക്ഷെ ഞാൻ പറയും, നിന്റെ വിദ്യാധനമൊക്കെ വിദ്യ വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഏറ്റവും വലിയ നിന്റെ ധനം വചനം. കാരണം ഈ ലോകത്തിലെ വിദ്യ അതിനെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതും അതുമായിട്ട് കോൺട്രാഡിക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നീ പിടിക്കേണ്ടത് ഏതിനെയാണെന്നറിയാമോ? വചനത്തെ. ഇന്ന് രാത്രി ആരും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ഭൂമിയില് ഈശോയുടെ അമ്മയെ ഈശോയെക്കാൾ ഉപരി സ്നേഹിക്കുകയും അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ല. യേശുവിനെ നീ സ്നേഹിക്കണം. തലയോട് അകന്നു പോയാൽ പോയി പരിപാടി. സഭയുടെ ആണേലും ആരുടെ ആണേലും തലയെ പണ്ട് ബ്ലസ്സഡ് മേമന എന്ന് പറഞ്ഞ സഹോദരൻ പാടിയ ഒരു പാട്ടുണ്ട്. എന്തുവാ? സഭയെ, തിരുസഭയെ, ദൈവത്തെ, സഭയെ, പ്രിയ സഭയെ, യേശുവിനെ മറന്നില്ലല്ലേ? സ്വന്തം ചെയ്യുന്നു. തലയെ മറന്നുപോയ പിന്നെ ഉടലിന് എന്തുവാ? ഇന്ന് പകൽക്കാലം യേശുവിനെ വിട്ട് നീ യേശുവിന്റെ അമ്മയെയോ, കാരണം യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലം, ഞാൻ ആരെയും അമ്മയെ കുറിച്ച് ഞങ്ങൾ അമ്മയെ ബഹുമാനിക്കുന്നുകൊണ്ടാണ് പറയുന്നത്. അമ്മ പറയുന്ന കാര്യമാണ് പറയുന്നത്. അമ്മയുടെ അടുക്കൽ കാനയിലെ കല്യാണത്തിന് ഒരു വലിയ സംഭവം ഉണ്ടായി. പ്രശ്നം, കുടുംബത്തിലെ പ്രശ്നം. നാണം കെടാൻ പോവാ. കല്യാണമോ ഭയങ്കര വിരുന്ന വിളിച്ചിരിക്കുക. പക്ഷെ യേശുവിന്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രിയമുള്ളവരെ. താൻ ഉൾത്തടത്തിൽ ചെന്നിട്ട് പ്രശ്നം അറിയും, പുറത്തുപോയി പറയാനല്ല. പക്ഷെ അവർക്കറിയാം അവരുടെ മകനെ കുറിച്ച് കേട്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ ഹൃദയത്തിൽ യേശുവിന്റെ അമ്മ മറിയ സംഗ്രഹിച്ചിട്ടുണ്ട്. ജനിച്ച അന്ന് മുതല് ദൂതന്മാർ, ഇടയന്മാർ വന്ന് പാടിയത് മുതല്, അവനെ വണങ്ങിയത് മുതല്, പിന്നീട് 2 വർഷം കഴിഞ്ഞ് വിദ്വാൻമാർ വന്ന് കാഴ്ചവെച്ചത് മുതല്, സ്വന്തം യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠയ്ക്ക് പോകുമ്പോൾ ഹന്ന പറഞ്ഞതും ശിമിയോൻ പറഞ്ഞതും ഒക്കെയും യേശുവിന്റെ അമ്മയുടെ ഉള്ളത്തിൽ എന്തുകൊണ്ട്? അവൾക്കറിയാം അവളുടെ മകൻ സാധാ മകനല്ല. തന്റെ വീട്ടിൽ ജനിച്ച തന്റെ സഹോദരങ്ങൾ, യേശുവിന്റെ സഹോദരന്മാരുണ്ടായിരുന്നു,
സഹോദരിമാരുണ്ടെന്ന് ആര് പറയുന്നു? വചനം പറയുന്നു. ഐതിഹ്യമല്ല, വചനം പറയുന്നു. കാരണം പത്രോസ്ലീഹ പറയുമ്പോൾ പൗലോസ് എഴുതിയ വചനങ്ങളെ തിരുവെഴുത്തുകളോട് സാമ്യം ചെയ്തിട്ടുണ്ട്. ബൈബിൾ പറയുന്നു തിരുവെഴുത്തുകളൊക്കെയും ദൈവ ശ്വാസീയമാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹ പറയുന്നു നമ്മുടെ കർത്താവിന്റെ സഹോദരനായ, അപ്പോൾ യേശുവിന്റെ സഹോദരൻ എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കസിൻ ബ്രദർ അല്ല, സഹോദരൻ. ബൈബിൾ ലൂക്കോസ് എന്ന് പറയുന്നു, മത്തായി എന്ന് പറയുന്നു, ക്ലിയറായി പറയുന്നു. അപ്പോൾ യേശുവിന്റെ അമ്മ മറിയയും യേശുവിനെയും ശിഷ്യന്മാരെയും ഈ കല്യാണത്തിന് വിളിച്ചിരുന്നു. പ്രശ്നം ഭയങ്കരമാണ്. അറിഞ്ഞു, വേറെ ആർക്കും പുറത്തറിയില്ല, പരിഹരിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ലെന്ന് മനസ്സിലാക്കി യേശുവിന്റെ അമ്മ വീട്ടിലെ വേലക്കാരെ വിളിച്ചുകൊണ്ട് ഈശോ എടുക്കാൻ വന്നു. പറയാ, ഈശോടെ നിൽക്കുന്നു, ശിഷ്യന്മാരോടൊപ്പം നിൽക്കുന്നു. ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. യേശു അമ്മ അങ്ങനെയാണോ എന്നാൽ ഉടനെ ചെയ്യും. യേശു അങ്ങനെയല്ല മറുപടി. മലയാളത്തിൽ അതിന്റെ ആ ഒരു കറക്റ്റിലില്ല. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നും, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, അങ്ങനെയല്ല എന്റെ വിഷയം. വൈ ആർ യു ഇൻവോൾവിംഗ് മീ ഇൻ ദിസ്? കാരണം അതിന്റെ അർത്ഥം എത്രേ ഉള്ളൂ, ഒരു മധ്യസ്ഥൻ പോയി ഇൻവോൾവ് ചെയ്താൽ പ്രവർത്തിക്കുന്നവനല്ല എന്റെ യേശു. ഇന്ന് രാത്രി നീ പലരുടെ കാല് പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ നോക്കുക. ഈശോ വന്ന് നിനക്ക് വേണ്ടി മരിച്ചിരിക്കുമ്പോൾ, ഈശോ ചങ്കു നിനക്ക് വേണ്ടി തുറന്നു വന്നിരിക്കുമ്പോൾ പിന്നെ വേറെ ഒരാളുടെ ഒത്താശ എന്തിനാ? യേശു എടുക്കുന്നത് നേരിട്ട് വാ. അപ്പോൾ യേശു ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സ്ത്രീയെ ഇതിൽ എന്തിനെ ഉൾപ്പെടുത്തുന്നു എന്ന് സ്ത്രീ എന്നാ വിളിച്ചത്. കാരണം അവൻ വചനമാണ്. അവൻ സ്വതന്ത്രം ചെയ്യുന്നു. ഉടനെ യേശുവിന്റെ അമ്മ എന്താണ് തർക്കുത്രം പറയുന്നത് ചോദിക്കാൻ പോലെ, യേശുവിന്റെ അമ്മ ഉള്ളത്തിൽ വചനം സംഗ്രഹിച്ചവളാണ്. അവൾ വചനം കേട്ടവളാണ്. ഗബ്രിയേൽ ദൂതൽ കൂടിയുള്ള വചനം ഏറ്റെടുത്തവളാണ്. എന്തുകൊണ്ടാ യേശുവിന്റെ അമ്മയെ ഭാഗ്യവതി നമ്മൾ എണ്ണുന്നറിയാമോ? കർത്താവ് തന്നോട് പറഞ്ഞ വചനം വിശ്വസിച്ചത് കൊണ്ടാണ് അവളെ ഭാഗ്യവതി എന്ന് നിങ്ങൾ പാടണം. എലിസബത്ത് പാടുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. വചനം ഏറ്റെടുക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വചനം ഏറ്റെടുത്ത് അതിന് ഈട് ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. വചനം ഏറ്റെടുത്ത് അതിനെ അനുഷ്ഠിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. യേശുവിന്റെ അമ്മ അന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. കൂടെ വന്ന വേലക്കാരോട് ഒരു കാര്യം പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം വചനമാണ്, വളർച്ചയ്ക്ക് ആധാരം വചനമാണ്. വീണുപോയ അവസ്ഥകൾക്ക് പരിഹാരം വരാനും വേറെ വഴിയൊന്നുമില്ല, വചനം. അതുകൊണ്ടാ പറയുന്ന അവൻ ആരാണ്? വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യത്തിൽ പ്രാർത്തു. ആ വചനം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യുന്ന സ്കൂട്ടായിട്ട് കൈപോയി കൊടുക്കേണ്ട ഉപദേശം കൊടുത്തു. ഇന്ന് രാത്രി നിങ്ങളോട് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നെങ്കിൽ അമ്മ പറയുന്ന വാക്ക് അനുസരിക്കണം. ഇന്ന് രാത്രി വചനം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. വചനം നീ മാനസാന്തരപ്പെടണമെന്ന് പറയും. ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണം. വചനം ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടണമെന്ന് പറയും. ഇന്ന് രാത്രി തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു നിനക്ക് വേണ്ടി അടക്കപ്പെട്ടു, യേശു നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ജീവിക്കുന്നു. ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം. ഇന്ന് രാത്രി വിശ്വാസം നീ വാഗൊണ്ട് ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെടണം. അവിടെ നിൽക്കരുത്. അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ചേരണം. അതിനാ മാമോദീസ. അപ്പോസ്തല പ്രവർത്തികൾ പഠിച്ചാൽ സുവിശേഷം പ്രസംഗിച്ച് ഇമ്മീഡിയറ്റ് ആണ് സ്നാനം. ഒരു മാസം ബൈബിൾ ക്ലാസ് നടത്തിയിട്ടല്ല. കാരണം ആ ഉപദേശം അങ്ങനെയായിരിക്കും. കാരണം രക്ഷ. അതുകൊണ്ടാ അനന്യാസ് പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് പറയാ, നീ ഇനി താമസിക്കുന്നത്, നീ പ്രാർത്ഥിച്ചവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്നാനപ്പെടാൻ താമസിച്ചൊരു വ്യക്തി പൗലോസേ ഉള്ളൂ. ബാക്കി എല്ലാവരും അന്ന് രാത്രിയിൽ തന്നെ കാരാഗ്രഹമേ കുടുംബവും സ്നാനമേറ്റു. ആരാണ് സ്നാനമേൽക്കുന്നവൻ? മാനസാന്തരപ്പെടുന്നവൻ. പ്രായമുള്ളവരെ മുക്കാൻ പറയുന്നില്ല, കുഞ്ഞുങ്ങളെ മുക്കാൻ പറയുന്നില്ല. അപ്പൊ യേശു നമ്മ പറയാ, അവൻ വചനം നിങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. അത് ഏറ്റെടുത്ത വേലക്കാർക്കായി നന്ദി. യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. വേറെങ്ങോ അവർക്ക് ശ്രദ്ധയില്ല. യജമാനൻ വീട്ടിനാന്ന് വിളിക്കുന്നു. അമ്മ ഒരു കാര്യം പറഞ്ഞു. അവർ നോക്കി നിൽക്കുക. നല്ല വേലക്കാർക്കായി നന്ദി. ഇതുവരെ യേശു അത്ഭുതം ഒന്നും ചെയ്തിട്ടില്ല.
നോക്കണം. ഇന്ന് അനേകർ ഓടുന്നു അത്ഭുതം കണ്ടതുകൊണ്ടാണ് ഓടുന്നത്. ഈ വേലക്കാർ അത്ഭുതത്തിന് ഒന്നും ചെയ്തില്ല. അവരുടെ ആകെ ബേസിസ് വചനമാണ്. ഇന്ന് അനേകർ അത്ഭുതം കണ്ടതുകൊണ്ടും അപ്പം തിന്നതുകൊണ്ടും ഒത്തിരി എണ്ണം ഓടി വരാറുണ്ട്. ആൾക്കൂട്ടം പ്രസംഗങ്ങളിൽ, മീറ്റിങ്ങുകളിൽ വലിയ ഫ്ലക്സ് വെച്ചടിച്ച് അത്ഭുതരോഗ ശാന്തി ശുശ്രൂഷ. എന്റെ യേശു ഇതുവരെ അങ്ങനെ ഒരു പബ്ലിക്കേഷൻ കൊടുത്തൊന്നും ചെയ്തിട്ടില്ല. അവൻ ഇന്ന് രാത്രികാലം ഓർത്തോണം, വചനം കേൾക്കാൻ കൊതി. അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി നീ വരണ്ട, വചനം. അവൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ ആ വേലക്കറികൾ നോക്കിക്കുമ്പോ യേശുവിനെ ശ്രദ്ധിച്ചു വേണം. എന്റെ ഇമാജിനേഷൻ പറയാനുണ്ട്. ബൈബിൾ വായിച്ചുകൊണ്ട് ദൈവന് പോകാതെ യേശുവിന് ഭാരോട്ട് നോക്കി നിൽക്കുക. അപ്പൊ വചനം പറഞ്ഞു. ആമേൻ സ്വന്തം പുറത്ത് കിടന്ന യഹൂദന്മാരുടെ ആചാര മര്യാദ, ശുദ്ധീകരണ മര്യാദ പ്രകാരം പാദങ്ങൾ കഴുകാൻ വെള്ളം നിറച്ചു വെച്ചിരുന്ന കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? വചനം പറയുന്നത് അനുഷ്ഠിക്കണം. അടുത്തത് ഇനി കോരി കൊണ്ട് വിരുന്ന് വഴിക്ക്. നിങ്ങൾ നോക്കി, ലോകത്തിന്റെ ആദ്യ പാഠവും വചനത്തിന്റെ ഉപദേശവും തമ്മിൽ വ്യത്യാസം എന്തൊരു, നിങ്ങൾക്ക് എങ്ങനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രികാലം നിങ്ങളുടെ വിദ്യാധനം സർവധന പ്രധാനമെന്ന് പറഞ്ഞ് നീ പഠിച്ചുകൊണ്ട് പോകുന്ന നിന്റെ ലോകത്തിന്റെ ആദ്യ പാഠവും വചനത്തിന്റെ ഉപദേശവും തമ്മിൽ എങ്ങനെ നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും? സ്റ്റുപ്പിഡിറ്റി എന്ന് പറയല്ലേ. അനേകം ഇട്ടേച്ചു പോയി. നല്ല വേലക്കാർ ഇട്ടേച്ചു പോയില്ല. ഇതുവരെ അവർ അത്ഭുതം കണ്ടിട്ടില്ല. യേശു പറഞ്ഞത് കേട്ടിട്ടില്ല. യേശു അത്ഭുതം ചെയ്തവർ കണ്ടിട്ടുമില്ല. ഇന്ന് രാത്രി വചനം പറയുന്ന വചനം നീ വിശ്വസിക്കുക. നിനക്ക് വിടുതലാകും, മർമ്മമാകും. നിന്റെ കെട്ടുകളെ എന്റെ ദൈവം പൊട്ടിക്കും. തന്റെ വചനമയച്ച് അവരെ എന്ത് ചെയ്തു? ഇപ്പോൾ കേൾക്കുന്ന വചനം ശുദ്ധിയുള്ളവർ, ഈ വചനത്തിൽ അധിഷ്ഠമായി വളരാണ്. കഥ പറയും, ഈ വചനത്തിൽ വളർന്ന ഇത് മായമില്ലാത്ത വചനമാണ്. നിന്റെ കേടുകളെ എല്ലാം മാറ്റും, നിന്റെ കുറവുകളെ എല്ലാം നികത്തും, നിന്റെ കണ്ണുകളെ അത് തുറക്കും. പിന്നെ അവൻ ഒരു മ്ലൂകതയും മ്ലാനതയും ഇടിപ്പിച്ച മുഖം, നിന്റെ മുഖം പ്രസാദമാകും. കാരണം പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല, പ്രതികൂലം മാറത്തില്ല, എല്ലാം ഇന്നലത്തെക്കാൾ കൂടുതലായിരിക്കാം. പക്ഷെ നിന്റെ മുഖത്തൊരു തേജസ് ഉണ്ടായിരിക്കും എപ്പോഴും. കാരണം നിനക്കറിയാം, നിന്നെ വിളിച്ചിരിക്കുന്നത് ജയാളിയായിരിക്കാനായിട്ടാണ്. ഈ ലോകത്തിലെ സാഹചര്യങ്ങളോ മനുഷ്യനെ നിന്നെയോ നിന്നെ പീഡിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ പാടെ നീ അതിജീവിക്കണം. മടങ്ങി വരട്ടെ. അവൻ അത് പറഞ്ഞു. അവരത് പോയി കോരിക്കൊണ്ട് വരുന്ന വഴിക്ക് അവർക്ക് ചോദ്യമില്ല. അവിടെ ബുദ്ധിയെ പോയില്ലേ? വേറെ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചെയ്യുമോ? അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഒന്ന് പുറത്ത് കിടക്കുന്ന കാല് കഴുകുന്ന കൽപാത്രം അകത്തോട്ട് കയറ്റാൻ പുറം പാത്രം അല്ലെ. നമ്മളെത്ര പാട്ടുകള് അവൻ പുറം പാത്രമായി പറമ്പിൽ കിടക്കേണ്ട പാത്രത്തെ ഇവർ ബുക്കെടുത്തുള്ള വട്ടി കിട്ടുന്ന കാര്യം. പക്ഷെ ബുദ്ധിയെ അവരടക്കി. വചനത്തിന് സ്ഥാനം. ഇന്ന് രാത്രി വചനം നിന്നോട് കൂടെ മുഴങ്ങുമ്പോൾ ഒരു മർമ്മം കൂടെ പറയാം. നിന്റെ ഹൃദയം ചൂണ്ടായിരിക്കണം. ചില സമയത്ത് വചനം നെഗോ പറഞ്ഞ ദൈവവചനങ്ങളെ യോശിയാവ് എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. ഇന്ന് അനേക യോശുവമാരുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒത്തിരി നല്ല യോശുവമാരാ. പക്ഷേ സ്പിരിച്വൽ പ്രൈഡ്, ആത്മീക നെഗളം വചനം വരുന്നതിനെ ശ്രദ്ധിക്കാനായിട്ട് ചെവി കൊടുക്കത്തില്ല. എനിക്കറിയാമെന്നൊരു ചിന്ത, അല്ലെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് വിചാരം. എന്തു പറ്റി? യിരെമ്യാ വിലാപങ്ങളുടെ പുസ്തകം എഴുതാൻ മുഖാന്തരമായി യോശിയാവ് മരിച്ചു. ഫറവോന, രക്ഷിക്കപ്പെടാത്തൊരു ഫറവോന. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയം ചൂണ്ടായിരിക്കണം. അതുകൊണ്ട് ആരെയും മുൻവിധിയോട് കാണി, കർത്താവേ നിന്റെ ശബ്ദം കേൾക്കാം. അതെവിടെ നിന്ന് വന്നാലും, ചിലപ്പോൾ നിന്റെ ശത്രുവിന്റെ വായിൽ നിന്നായിരിക്കാം വചനം മുഴങ്ങുന്നത്. നീ ഹമ്പിളായിരിക്കണം. അതുകൊണ്ട് നമ്മൾ അമിസ്വത്വം ഒരു കാര്യം ഓർത്തോളം നമ്മൾ അമിസ്വത്വം ചെയ്യുന്നു. അവിടെ ദൈവത്തിന്റെ ഡിസൈൻ എന്ന് പറയുന്ന റൂൾ ചെയ്യുക എന്നുള്ളത്. ആദ്യത്തെ കൽപ്പനയിൽ, ആദ്യത്തെ അത്ഭുതത്തിൽ നമ്മൾ കണ്ടു. അമിസ്വത്വം ചെയ്യുന്നു. നിന്റെ പ്രതിസന്ധികളുടെ മേൽ വചനത്താൽ നീ റൂൾ ചെയ്യണം. ബുദ്ധിയുടെ പ്രമാണമോ റാഷണലൈസേഷനോ ഈ ലോകം പറയുന്ന ആദ്യ പാഠങ്ങളോ എടുത്താൽ നീ അവിടെ എത്തത്തില്ല. ആ മിറക്കിൾ നടക്കത്തില്ല. അവൻ സ്വപ്നം ചെയ്യുന്നു. വചനം, വേറെ ആരും പറയുന്നത് കേൾക്കല്ലേ? വചനം. അനേകര് വരും കർത്താവിന്റെ നാമത്തിൽ. പ്രവാചകന്മാരെ കേൾക്കാനല്ല വിളിച്ചത്, ഈ വചനത്തെ കേൾക്കാനാണ് വിളിച്ചേക്കുന്നത്. വചനത്തിൽ അധിഷ്ഠിതമാക്കി വചനത്തെ ഉറച്ചു നോക്കണം. ഇനി മടങ്ങി വരാം. കൊലോസ് ലേഖനം, നമ്മൾ കൊലോസ് ലേഖനം വായിച്ചായിരുന്നോ? ഇല്ല. എന്റെ താക്കോൽ വാക്യം കൊലോസ് ലേഖനം 3-ാം അധ്യായം. അതിലേക്ക് പെട്ടെന്ന് പോകാം, സമയം പോകുന്ന ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ്. കൊലോസ് ലേഖനത്തിലേക്ക് പോകാം. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. മലയാളത്തിൽ, ഇംഗ്ലീഷ് അത് 16-ാമത്തെ വാക്യത്തിലാണ്. ഇന്ന് രാത്രികാലം ഒരു ഭക്തൻ ആത്മീകമായി വളരണമെങ്കിൽ ഇത് കീ ആണെന്ന് ഓർത്തോളുക. 15-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ
സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിപ്പീൻ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഒരു സെക്കൻഡ്, ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തോട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഓക്കെ. ആമേൻ. ക്രിസ്തുവിന്റെ 16-ാമത്തെ വാക്യം വായിച്ചിട്ട് അടുത്ത് 16. കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു, ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കും. 16-ന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടി വിത്ത്. ഈ വിത്ത് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ വലിയ ചേഞ്ച്. കൊലോസ്യൻ ഞങ്ങള് ഈ കണ്ണാടി കൊണ്ട് വായിച്ചു നോക്കുമ്പോൾ പിന്നെ ആ വിത്ത്, ആ വചനമാകുന്ന വിത്ത് ഉള്ളിൽ കിടക്കുന്നതും ഒരു ആത്മിക പക്വതയിലേക്ക് എത്തിയ ഒരു വിശ്വാസി അവൻ ജീവിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ സകല ഐശ്വര്യത്തോടും ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചില പ്രവൃത്തികൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ആദ്യം മുതൽ അതെല്ലാം നമുക്ക് വായിക്കാൻ സമയമില്ല. ഓർത്തോണം, 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് പറയുക. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് മാമോദിസ ഏൽക്കുമ്പോൾ അവന്റെ മരണത്തോടും അവന്റെ പുനരുത്ഥാനത്തോടും എന്ത് ചെയ്യുന്നു? അവൻ ഏകീഭവിക്കുന്നു. വെള്ളത്തിൽ നിന്ന് അവൻ പൊങ്ങുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടി ഒരു പുതുമനുഷ്യനായി നിങ്ങളും എന്ത് ചെയ്യുക? ഉയർത്തെഴുന്ന. അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ചില മർമ്മങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അവൻ സ്വപ്നം ചെയ്യുന്നു. നിങ്ങളുടെ ചിന്ത ഈ ഭൂമിയിലുള്ള വിഷയങ്ങൾ ആകരുത്. കാരണം അവിടെ പറയാ, ക്രിസ്തുവിനോട് കൂടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതിന് കാരണം എന്താണെന്നറിയാമോ? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള ചിന്തിക്കണം. അതിന് 3-ാമത്തെ വാക്യം. കാരണം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം? നിങ്ങൾ മരിച്ചു. കാരണം നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. ഇന്ന് രാത്രി ഓർത്തോണം, ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ, നിങ്ങളുടെ ജഡമനുഷ്യൻ മരിച്ചെങ്കിൽ നിങ്ങളിപ്പോ എവിടെയായിരിക്കുന്നത്? സ്വർഗത്തിൽ, അല്ലെ? സ്വർഗ സ്ഥലങ്ങളിൽ നിങ്ങളെ റിയൽ ആയിട്ടുള്ള നിങ്ങൾ ഇരിക്കുന്നത് സ്വർഗത്തിൽ. അവിടെ പറയുകയാണ് 3-ാമത്തെ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ. സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് നോളജ് എന്ന് പറയുന്നത് ഇതാ. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല. ഞാൻ എവിടെയാ? ക്രിസ്തുവിൽ. അപ്പോൾ എന്റെ തോട്ട് എപ്പോഴും ഉയരങ്ങളിലെ തോട്ടം. കാരണം ഇന്ന് ഞങ്ങൾ വായിച്ച പാത്രം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അവിടെ നമ്മുടെ അവകാശം ഒരു കാര്യം ബൈബിളുമായി പഠിപ്പിക്കുന്നത്, എന്ത് ചെയ്താലും, അത് ജോലി ചെയ്താലും, നമ്മുടെ അയൽവക്കക്കാരനെ സഹായിക്കാൻ പോയാലും, നമ്മുടെ ശത്രുവിനെ ഹെൽപ്പ് ചെയ്യാൻ പോയാലും, എന്ത് നിങ്ങൾ ചെയ്താലും ആർക്കെന്നവണ്ണം ചെയ്യണം? കർത്താവിന്, ദൈവത്തിന് എന്നവണ്ണം. സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി ജോലിയിലാണെങ്കിലും നീ പഠിക്കുന്നതാണേലും, പക്ഷെ ഒരു കാര്യം ചെയ്യും, പഠിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, പക്ഷെ മറ്റൊരു കാര്യം, മറ്റുള്ളവരെ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി സഹായിക്കാൻ പോകുന്ന, പ്രവൃത്തിക്ക് വേണ്ടി പോകുന്ന കാര്യം എന്ത് നിങ്ങൾ ചെയ്താലും, ഒരാളെ സ്നേഹിച്ചാലും കർത്താവിനെന്ന വണ്ണം, അപ്പോഴത്തേക്ക് നിങ്ങൾ പ്രവർത്തിക്കും. ഡിഫറന്റ് ആയിരിക്കും റിസൾട്ട്. അപ്പൊ ഇവിടെ പറയുക, നിങ്ങൾ മരിച്ചു, നിങ്ങൾ ഈ ഭൂമിയിലില്ല. നിങ്ങൾ എവിടെ മറന്നിരിക്കുന്നത്? ക്രിസ്തുവിൽ. അപ്പൊ നിങ്ങളുടെ ചിന്ത എവിടെയുള്ള കാര്യങ്ങളാണ്? സ്വർഗത്തിലെ. ഇന്ന് രാത്രിക്കാലം ഭൂമിയിലെ കഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊരു അറിവിലേക്ക് വരും. ഐ എം നോട്ട് ഹിയർ. ഞാൻ ഭൂമിയിലെ പൗരനല്ല, പക്ഷെ എന്നെ ആക്കി വെച്ചിടത്തോളം കാലം എനിക്കൊരു ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട് ജീവിതത്തെ കുറിച്ച്. ആ പ്ലാൻ തികയോളം ഞാൻ ഈ ഭൂമിയിൽ എനിക്ക് കാണണം. അപ്പൊ നമ്മുടെ ലക്ഷ്യമേ മാറും. നമ്മൾ ഈ ഭൂമിയിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് സ്ട്രെസ് അടിക്കുന്നു, നിരാശപ്പെടുന്നു ഒക്കെ മാറും. കാരണം എന്താ? നാം ക്രിസ്തുവിനോട് കൂടി ഉയരങ്ങളിൽ ഇരിക്കുക. ഇനി അടുത്തത് സ്വന്തം 4-ാമത്തെ വാക്യം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. സോ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇനി ജീവിക്കുന്നത് ഞാനല്ല. ആരെന്നിൽ ജീവിക്കുന്നു? ക്രിസ്തു അത്രേ എന്നിൽ. വചനം എന്നിൽ, വചനത്തിൽ അടിസ്ഥാനമായി വചനമാണ് എന്നിൽ, വളരെ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കേണ്ടത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ.
അപ്പോൾ ക്രിസ്തുവിന്റെ ഭാവം, അതുകൊണ്ട് പൗലോസ് അവൻ ഫിലിപ്പിലേഖനത്തിൽ പറയുമ്പോൾ ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും. അപ്പോൾ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ഞായറാഴ്ച തോറും പള്ളി പോവുകയും വരികയും എല്ലാ മീറ്റിംഗിലെല്ലാം പോകുന്നതല്ല. നീ മരിക്കുന്ന ആ വിഷയം, എന്നിട്ട് ക്രിസ്തു നിന്നിൽ ജീവിക്കുന്ന ആ വിഷയം, അതിലെത്തുന്നവരെ എത്ര അന്യഭാഷ പറഞ്ഞിട്ട് ഒരു കാര്യം ഇന്ന് രാത്രി മനസ്സിലായിക്കോണം. അനേകരുടെ വിചാരം ഒക്കെ 4 അന്യഭാഷ പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാം തിരിഞ്ഞു. അതിൽ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ മനസ്സിലാവുള്ളൂ. താഴോട്ട് വായിക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 5-ാമത്തെ വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവയവങ്ങൾക്ക് ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ഇവയാണ് ഈ ലോകത്തിലെ ജഡമനുഷ്യന്റെ അവയവങ്ങൾ. ഇതിൽ ജീവിക്കുന്നവൻ ഒരു കാലം സ്വർഗരാജ്യം കാണപ്പെടുന്ന ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വചനം ഈ ഗ്രോത്തിനോടുള്ള ബന്ധത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ലേഖനങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും, തമ്മിലുള്ള കണക്ഷൻസ്. ഇനി അടുത്ത സമയമില്ലാത്തതുകൊണ്ട് ഇനി അടുത്തത് ഓർത്തോണം. അടുത്ത വാക്യം വായിച്ചോട്ടെ. അവയിൽ ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. കോപം വരാൻ ഏക കാര്യം മതി, നീ ജീവിച്ചാൽ മതി. ക്രിസ്തു മരിക്കും, ദൈവകോപം നിന്നെ എന്ത് ചെയ്യും? നല്ലൊരു ശതമാനം വാഗുകൊണ്ട് ഞാൻ മരിച്ചു എന്ന് പറയും. നമ്മൾ ജീവിക്കുന്നല്ലേ, നമ്മളെ ഒന്ന് തൊട്ടാ അറിയാം നമ്മുടെ എല്ലാ സ്വഭാവം. എന്റെ ഉൾപ്പെടെ പറഞ്ഞു, ഞാൻ എന്നോട് വചനം പ്രസംഗിക്കുന്നത് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും ഗ്രോത്ത് എന്തുവാ. ചെറിയ വിഷയത്തിൽ ഞാൻ ഒഫൻഡ് ആയി കഴിയുമ്പോൾ എന്റെ തനി നിറം പുറത്തു വരും. ഞാനൊക്കെ അള്ളി നമ്മുടെ ജനം കണ്ടില്ലേ. കാരണം അതുകൊണ്ട് ഞാൻ പറയും ഏറ്റവും ദുഷ്ടൻ ഞാനെന്ന് പറയുന്നത് ഇത്രയും അറിയാഞ്ഞിട്ടും ചേട്ടാ. അപ്പൊ നമ്മുടെ സ്ട്രെസ് കൊടുക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്റെ ജനത്തെ മരിപ്പിക്കാം. കാരണം നിങ്ങൾ മരിച്ചു, ക്രിസ്തുവിൽ നിങ്ങൾ ഇരിക്കുന്ന ഉയരം. അപ്പൊ നിങ്ങളുടെ ചിന്ത ഉയരത്തിലെ അവിടുത്തെ അധികാര അവകാശം അത് നിങ്ങൾ കാണുമ്പോൾ സ്വർഗത്തിലെ എങ്ങനെയാ ആ മനോഹരമായ തെരുവീതികളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ കാണുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ എന്തെന്ന് തോന്നുന്നില്ല, സാരമെന്നും തോന്നത്തില്ല. ഇതാണ് വായിക്കട്ടെ. പണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുമ്പ് അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ അവയിൽ നടന്നു പോകുന്നു. അന്ന് നിങ്ങളാ ജീവിച്ചിരുന്നത്, ക്രിസ്തുവല്ല ജീവിച്ചിരുന്നു. വായിച്ചു അടുത്തത്. ഇപ്പോഴോ നിങ്ങളും ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? കോപം, ക്രോധം. ശ്രദ്ധിച്ചോ, കോപം എനിക്കുണ്ട്, ക്രോധം, ദേഷ്യം കൊണ്ട് വന്നാൽ റേജ് അല്ലേ, പിന്നെന്തുവാ? ഈർഷ്യ. അവ ഇതൊക്കെ മാറ്റാൻ എന്തോ പ്രയാസം. അടുത്തത് വായിൽ നിന്ന് വരുന്ന ദൂഷണം. മരിച്ചോ. അടുത്തത് ദുർഭാഷണം. അടുത്തത് ഇവയൊക്കെയും വിട്ടുകളവി. കാലം നിങ്ങൾ മരിച്ചു, നിങ്ങൾ ക്രിസ്തുവിൽ പറഞ്ഞിരിക്കുക. ഗ്രോത്ത് ഇല്ല, നീ വളരുന്നില്ല. നീ മരിക്കാതെ ക്രിസ്തു വളരില്ല. അങ്ങനെ വായിച്ചു അടുത്ത സമയം. അന്യോന്യം ഭോഷ്ക് പറയരുത്, കള്ളം പറയല്ലേ. അടുത്തത് നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. അവനെ അടക്കി, പഴയ മനുഷ്യനെ കൊന്നു കുഴിച്ചു മൂടി. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പുതിയ മനുഷ്യൻ ക്രിസ്തുവിനെ ഇട്ടിരിക്കുക. നീ സ്നാനത്തിൽ നിങ്ങൾ ആരെയാ ധരിക്കുന്നത്? തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ ആരാ? ദൈവത്തിന്റെ പ്രതിമ. നീ അവനെ ഇട്ടിരിക്കുക അല്ലേ. അടുത്ത വാക്യം വായിച്ചോ. അതിൽ യവനനും യഹൂദനും വന്നില്ല. ഇന്ന് രാത്രി അതില് വെളുമ്പനെന്നോ കർമ്മനെന്നോ ഇന്ത്യക്കാരെന്നോ ചൈനക്കാരെന്നോ യവനെന്നോ യഹൂദനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ദാസെന്നോ ശകന്നോ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ. പരിച്ഛേദന അഗ്രചർമ്മോ എന്നില്ല. നീ പരിച്ഛേദനയും അഗ്രചർമ്മോ ഒന്നുമില്ല. ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. അവൻ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല, ജാതി മത വിഭാഗ ചിന്തകളൊന്നും തന്നെ ഇല്ല. വായിച്ചോ. ക്രിസ്തു അത്രേ എല്ലാവരും എല്ലാമാകുന്നു. എല്ലാവരിലും ഈ യാഗമൃഗത്തിന്റെ തോലുരിക്കാൻ കാരണം എല്ലാം നോക്കിയ ഒരുപോലെ. ക്രിസ്തുവത്തെ എല്ലാവരിലും ഗ്രോത്ത് എന്ന് പറയുന്നത് അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും. അങ്ങനെ ആയിക്കഴിയുമ്പോൾ കഥ പറയുക, നീ 4 കാര്യമാകണം. ദൈവത്തിന്റെ വ്രതനാകണം, നീ ദൈവത്തിന് ഡെഡിക്കേറ്റഡ് ആകണം. അടുത്തത്
നീ വിശുദ്ധനാകണം. ദൈവത്തിന് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ചിന്ത അവൻ വിശുദ്ധന്മാരാകണം. പ്രിയരുമായി നീ പ്രിയരാകണം. 3 കാര്യങ്ങൾ. പ്രിയർ മക്കളുണ്ട്, പ്രിയമാണ്. ദൈവത്തിന് പ്രിയരാകണം. ബൈബിൾ പറയാ ഹാനോക്ക് ദൈവത്തോട് കൂടെ ദൈവത്തിന് പ്രിയനായി. കുടുംബജീവിതം ഉള്ളവനായിരുന്നു. സന്യാസി എടുക്കാനായിട്ടല്ല, സന്യാസി ആയാലും ഭയങ്കര ത്യാഗമല്ല. കുടുംബജീവിതത്തോടുകൂടി ദൈവത്തെ സേവിക്കുന്ന കഷ്ടമുള്ള ഒരു കാര്യം, എളുപ്പമുള്ള. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബത്തെ മറക്കുന്നവൻ അവൻ സ്വന്തം യാക്കോബ് പറയുമ്പോൾ, പൗലോസ് പറയുമ്പോൾ അവൻ എല്ലാം തിരിച്ചു കളയുന്ന ദുഷ്ടനേക്കാൾ പാപിയേക്കാൾ അധമനാന്നാ പറയുന്നത്. അപ്പോൾ ആ വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ നാഥനോട് കൂടെ. പക്ഷെ നിങ്ങൾ നോക്കണം, ഏലിയ പോലും എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടാ, സന്യാസിയായിരുന്നു ഏലിയാവ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാ സ്രോതരോട് പോയി. എന്നാല് ഹാനോക്കോ ദൈവനെ എടുത്തുകൊണ്ടതിനാൽ പുത്രന്മാരെയും ജനിപ്പിച്ച് കുടുംബജീവൻ ചിലവരെയും പ്രയാസമാണ്. അല്ല, നീ പുത്രനിൽ ചാരിയാൽ വചനത്തിൽ വേരൂന്നിയാൽ. അപ്പൊ ദൈവത്തിന്റെ വ്രതനാകണം, ദൈവത്തിന്റെ വിശുദ്ധനാകണം, ദൈവത്തിന്റെ പ്രിയനാകണം. ആകുമ്പോൾ മനസ്സലിവ്. അപ്പോൾ നിന്റെ മേൽ വരുന്ന ചില കാര്യമാണ് മനസ്സലിവുണ്ടാകും. എല്ലാവരോടും മനസ്സലിവ്. നിന്നോട് ദ്രോഹം നിനക്ക് മനസ്സലിവ്. അടുത്തത് ദയ ഉണ്ടാകും. താഴ്മ ഉണ്ടാകും. സൗമ്യത. സൗമ്യത ഉണ്ടാകും. ദീർഘക്ഷമ. ഈ 5 കാര്യങ്ങളാ ദൈവത്തിന് വ്രതനായി. ഈ ഭൂമിയിൽ നീ മരിച്ചു കഴിഞ്ഞ് ക്രിസ്തുവിനെ ഇട്ട് കഴിയുമ്പോൾ നീ 3 കാര്യമായി ദൈവത്തിന് വേണ്ടി മാറും. പിന്നെ നിന്റെ മേലോട്ട് ഈ 5 കാര്യങ്ങൾ വരും. പിന്നെ നിനക്ക് ആരോടും കോപമോ ക്ഷോഭമോ ചിന്തിക്കണം. എന്തൊക്കെയാ? ദയ, താഴ്മ, മനസ്സലിവ്, സൗമ്യത, ദീർഘക്ഷമ. പിന്നെ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നു. ഇത്ര 5 കാര്യം ഉണ്ടല്ലേ. എല്ലാവരെയും സ്നേഹിക്കാൻ നിങ്ങളോട് കഴിയത്തില്ലേ? ആ സ്തേഫാനോസിനെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ? കല്ല് വലിച്ച് പല്ല് കടിച്ചെറിയുമ്പോഴും കർത്താവേ ഇവർക്ക് ഈ പാപം. കാൽവരി കുരിശിൽ പിടിഞ്ഞു മരിക്കുമ്പോൾ സ്വർഗീയ പിതാവിന്റെ പ്രതിമയായവൻ വിളിച്ചു പറയുക, പിതാവ് ഇവർ ചെയ്യുന്നതെന്തെന്ന്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സഭകളിൽ ചെറിയ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പകരം കിട്ടുമ്പോ നിങ്ങൾ മരിച്ചു ക്രിസ്തുവിൽ പറഞ്ഞിട്ടുണ്ടോ? സ്പിരിച്വൽ ക്ലോത്ത് അന്യഭാഷ പറയുന്നതോ, പള്ളിയിൽ പോകുന്നതോ, കൊയർ ലീഡ് ചെയ്യുന്നതോ, അല്ലെ പ്രസംഗിക്കുന്നതോ, സഭ ലീഡ് ചെയ്യുന്നോ ഒന്നുമല്ല. വളരുന്ന വളർച്ച. ഇനി വായിച്ചു, അടുത്ത വായിച്ച് പെട്ടെന്ന്. ഇവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. അന്യോന്യം പൊറുക്കാൻ ഒരു പ്രയാസം കാണത്തില്ല. പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ ക്ഷമിക്കുകയും. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും ചെയ്യും. അടുത്തത് എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം. ഓവർകോട്ടായിട്ട് സ്നേഹം കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ് സ്പിരിച്വൽ ഗോത്തിന്റെ ടോപ്പ്. പിന്നെ നിന്നെ കാണുന്നവരാരെ കാണും? ക്രിസ്തുവിനെ കാണും. അടുത്ത വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം. അങ്ങനെ വരുമ്പോൾ യേശുവിന്റെ സമാധാനം സകല ഐശ്വര്യത്തോടും നിങ്ങളുടെ ഹൃദയങ്ങളിൽ. പിന്നെ അടുത്തത് ഇന്നാണ് സങ്കീർത്തനം, സ്തുതി, പ്രബോധനം, ആത്മീയഗീതം, ആരാധനയൊക്കെ. ഇന്ന് ചിന്തിക്കുന്ന ആത്മീയഗീതം ആരാധനയെല്ലാം ഉണ്ടെങ്കിൽ അത് ചിലമ്പുന്ന കൈത്താളോ അത്രേ. വളർച്ചയില്ലെങ്കിൽ പ്രിയമുള്ളവരെ എത്ര നാം ക്രിസ്തുവിനെ സേവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അടുത്ത പറയാ, അതുകൊണ്ട് ഇങ്ങനെ ഈ വചനം നമ്മുടെ ഉൾത്താടുക സംഘടനാ സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഇങ്ങനെ വിത്ത് നിങ്ങളിൽ എങ്ങനെ വസിക്കട്ടെ? ഐശ്വര്യമാണ്. സകല ജ്ഞാനത്തോടും ഈ വിത്ത് നിങ്ങൾ വസിക്കട്ടെ. അത് നിങ്ങൾ വളരട്ടെ. അങ്ങനെ വളർന്നാൽ ക്രിസ്തുവാണെന്ന തഴപടാൻ നമുക്ക് എഴുന്നേറ്റ് ഗാനം പാടി നമുക്ക് തിരിഞ്ഞു പോകാൻ സമയം പോയി. അമിശോകം. അതുകൊണ്ട് നമ്മൾ ഏത് ഭാഗം കഴിഞ്ഞ വർഷം ഫിലിപ്പിലേക്ക് കൊടുത്താവേ ഈ വളർച്ചയുടെ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ നമ്മളെ അമ്പരപ്പിക്കുക മാത്രമല്ല, നമ്മുടെ കുറവുകളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഈ അത്ഭുത വചനത്തിനായി സ്തോത്രം.